നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിക്ക് പുറകിൽ ഒരു ദൈവിക ആലോചനയുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തിയിൽ ദൈവത്തിൻ്റെ അനുകൂലത വെളിപ്പെട്ടു വരും. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല പ്രവൃത്തിക്ക് പുറകിൽ നിങ്ങളെ പ്രേരിപ്പിച്ച ഘടകം വചനമാണെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തിയിൽ ദൈവത്തിൻ്റെ കരം ചലിക്കും. ദൈവത്തിൻ്റെ അനുകൂലത വെളിപ്പെട്ടു വരും. ദൈവം നോഹയോട് പറഞ്ഞു, ഞാൻ ഈ ഭൂമിയിൽ ഒരു ജലപ്രളയം അയക്കാൻ പോവുകയാണ്. നീ ഒരു പെട്ടകം ഉണ്ടാക്കുക. എങ്ങനെയാണ് പെട്ടകം ഉണ്ടാക്കേണ്ടതെന്ന് വ്യക്തമായ നിർദ്ദേശങ്ങൾ ദൈവം നോഹയ്ക്ക് കൊടുത്തു. യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ നോഹ ചെയ്തു. ഒരു പെട്ടകത്തിൻ്റെ പണി നടക്കുകയാണ് നോഹയുടെ ഭവനത്തിൻ്റെ അടുത്ത്. ആ പണി കണ്ടു നിൽക്കുന്നവർക്ക് പല അഭിപ്രായങ്ങളുണ്ട്. വിമർശിക്കുന്നവരുണ്ട്, കുറ്റപ്പെടുത്തുന്നവർ, പരിഹസിക്കുന്നവരൊക്കെ ചുറ്റുമുണ്ട്. ഈ പണി എന്തായി തീരുമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഈ പണി ഒരു പെട്ടകമാണെങ്കിൽ ഈ പെട്ടകം എങ്ങനെ വെള്ളത്തിൽ ഇറങ്ങുമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ആ പണി നടന്നത് ഒരു തീരദേശ മേഖലയിൽ അല്ല, നോഹയുടെ ഭവനത്തിൻ്റെ അടുത്ത് തന്നെയാണ്. നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ഗ്രാമത്തിൽ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണികൾ കണ്ട് വിമർശിക്കുന്നവരും പരിഹസിക്കുന്നവരും ഒക്കെ ചുറ്റും നിൽക്കുമ്പോൾ ദൈവം കൽപ്പിച്ചതുപോലെ നോഹ ചെയ്തു. അങ്ങനെ തന്നെ ചെയ്തു. പ്രിയപ്പെട്ടവരെ, നോഹയുടെ ആയുസ്സിൻ്റെ 600 സംവത്സരത്തിൽ 2-ാം മാസം 17-ാം തീയതി തിരുവെഴുത്ത് വ്യക്തമായി പറയുന്നു, അന്ന് തന്നെ ദൈവം ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്നു, ആഴിയുടെ ഉറവകൾ തുറന്നു. 40 രാവും പകലും മഴ പെയ്യാൻ തുടങ്ങി, വെള്ളം വർദ്ധിക്കാൻ തുടങ്ങി. പെട്ടകം പൊങ്ങി, പെട്ടകം നിലത്തുനിന്ന് ഉയർന്നു. പ്രിയപ്പെട്ടവരെ, നോഹയുടെ പണിയുടെ പുറകിൽ ഒരു ദൈവിക ആലോചനയുണ്ട്. അങ്ങനെ തുടങ്ങിയ പണിയായതുകൊണ്ട് ആ പണിയെ അവൻ്റെ ആ ഗ്രാമത്തിൽ നിന്നും പൊക്കിയെടുക്കാൻ, അരാരാത്ത് പർവ്വതത്തിൽ കൊണ്ടുപോയി ഉറപ്പിക്കുവാൻ പണി ചെയ്യാൻ പറഞ്ഞ ദൈവം തന്നെ ആ പണിയെ നിലത്ത് നിന്ന് ഉയർത്താൻ വഴി തുറന്നു. ദൈവം പറഞ്ഞിട്ടാണോ നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തിയെ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവം ആഗ്രഹിക്കുന്ന പോലെ വിജയത്തിലെത്തിക്കാൻ ദൈവത്തിന് വഴിയുണ്ട്. ദൈവം ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്നു, ആഴിയുടെ ഉറവകൾ തുറന്നു, വെള്ളം വർദ്ധിച്ചു, പെട്ടകം പൊങ്ങി നിലത്ത് നിന്ന് ഉയർന്നു. പ്രിയപ്പെട്ടവരെ, ദൈവമാണ് നിങ്ങളോടത് പറഞ്ഞതെങ്കിൽ ദൈവം തന്നെ അത് തികച്ചിരിക്കും. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് വിശുദ്ധി കാത്തു സൂക്ഷിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ദൈവവേദലേ, നിന്നെ നിത്യതയിലെത്തിക്കാൻ ഒരു കാഹളം മുഴങ്ങും. അന്ന് ഈ നിലത്ത് നിന്ന് നീ പൊങ്ങിയിരിക്കും. നീ ജീവനോടിരിക്കുമ്പോഴാണ് കാഹളം ധ്വനിക്കുന്നതെങ്കിൽ നിനക്ക് രൂപാന്തരം ഉണ്ടാകും. അല്ല, കാഹളം ധ്വനിക്കുന്നതിന് മുമ്പ്
മരിച്ചു മൺമറഞ്ഞു പോയാൽ ആ മണ്ണിൽ നിന്നും നീ അക്ഷയനായി ഉയർത്തെഴുന്നേൽക്കും. ഇത് ദൈവത്തിൻ്റെ ആലോചന പ്രകാരം നടന്ന പ്രവൃത്തിയായതുകൊണ്ട് ദൈവം അതിനെ ഉയർത്തിയെടുക്കും. അതെ, ദൈവം നിങ്ങളോട് പറഞ്ഞ ആലോചന നിങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിയാകും. വിശ്വസിക്കുക, വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.